ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീട്ടിൽ ലഭ്യമായ ചേരുവകൾ ചേർത്ത് ചെയ്യാവുന്ന ഹെൽത്തി ആയൊരു പൊറ്ററ്റോ ഓംലേറ്റ് ആണ് റെസിപ്പി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന വിധവും ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുക്കുക. ഇതുപോലെ വലുതാണെങ്കിൽ 1 മതിയാകും. ഇനി നമുക്കിത് തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെജിറ്റബിൾ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. ചോപ്പർ ഇല്ലാത്തവർ കനം കുറച്ച് മുറിച്ചെടുത്താൽ മതിയാകും. ഇതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതോടൊപ്പം നമുക്ക് വേറെ വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ്. എത്രത്തോളം വെജിറ്റബിൾസ് ചേർക്കോ അത്രത്തോളം നല്ല ടേസ്റ്റിയും ആയിരിക്കും, ഹെൽത്തിയും ആയിരിക്കും. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഐസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നന്നായി കഴുകി അതിന്റെ സ്റ്റാർച്ച് കളഞ്ഞ് തോർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സവോള എടുത്ത് തോലെല്ലാം കളഞ്ഞ് അത് ചെറുതായി മുറിച്ച് വയ്ക്കാം. സവോള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിയില, അതുപോലെ ഒരു ഉള്ളിത്തണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചൂട് കട്ടിയുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 3 തൊട്ട് 4 മിനിറ്റ് ആകുമ്പോഴേക്ക് അരവേവാകും. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം 3 തൊട്ട് 4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയുടെ തണ്ടും മല്ലിയിലയും, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ പൊറ്റാറ്റോ എഗ് ഓംലേറ്റ് മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് മിക്സ് അതിലേക്ക് ഒഴിക്കുക. മുട്ട എങ്ങനെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അതുപോലെ പൊരിച്ചെടുത്താൽ മതിയാകും. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഏകദേശം എല്ലാ ചേരുവകളും നല്ല വേവിച്ചാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേകാനായിട്ട് കുറച്ച് സമയം മതിയാകും. അപ്പോൾ 2 സൈഡും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. പൊറ്റാറ്റോ ഓംലേറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഡിന്നറിന് നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്